ഹായ് ഓൾ ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ റിസ്റ്റ എസ് ബേസ് വേരിയൻറ്റ്, വളരെ ബേസ് വേരിയൻറ്റ് 1,17,000 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി വാങ്ങിക്കുന്നത്. 2.9 കിലോ വാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി. ഇതിന് റേഞ്ച് അവർ ARI സർട്ടിഫൈഡ് പറയുന്നത് 123 ആണ്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ എനിക്ക് തോന്നുന്നു എനിക്കൊരു 85-90 അടുത്ത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിറ്റി യൂസാണ്. അതുകൊണ്ട് തന്നെ സിറ്റി യൂസിൻ്റെ സാധാരണ കൂടുതൽ ലഭിക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്പീഡിൽ പോകാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ചെറുതായിട്ടൊന്നൊരു ടെസ്റ്റ് ചെയ്യുവാണ്. എത്ര റേഞ്ചാണ് റിയൽ വേൾഡിൽ കിട്ടുന്നത് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഒരു സ്ട്രെച്ചിൽ 100% ആക്കിയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ 100% ആണ് വണ്ടിയിലിപ്പം ചാർജുള്ളത്. ഇന്നലെ രാത്രിയിൽ ഞാൻ വണ്ടി കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്കത് കാണാം. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം 3 മാസമായിരിക്കുന്നു. 60-65 കിലോമീറ്റേഴ്സ് ഡെയിലി കമ്മ്യൂട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. പക്ഷേ ഈ വണ്ടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇലക്ട്രിക് വണ്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. വേറെ ഒന്നുമല്ല, അതിൻ്റെ കംഫർട്ടും അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞാൻ ടാറ്റ പഞ്ച് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ ഓടി. ഇപ്പം മേടിച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 മാസമായിട്ടുണ്ടാവും. ഏകദേശം 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയേക്കാം. ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഇതിനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ഡ്രെയിൻ ആകുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണാകാൻ ഒരു കുറച്ച് സെക്കൻഡ്സ് ടൈം എടുക്കും. വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി ഷട്ട് ഡൗൺ ചെയ്താണ് സാധാരണ വെക്കുന്നത്. എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഷട്ട് ഡൗൺ ചെയ്യുന്നത് നമ്മളിവിടെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. അത് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഷട്ട് ഡൗൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ അകത്ത് ഹോൾഡ് എന്നുള്ളൊരു ഇത് കാണും. ഈ ഒരു ബട്ടൺ തന്നെ, ഈ ജോയ്സ്റ്റിക്ക് തന്നെ അകത്തോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് ടേൺ കീ ഓഫ്. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഷട്ട് ഡൗൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാറാണ് വണ്ടിയുള്ളത്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തന്നെ, വെളിയിലോട്ടൊക്കെ ജസ്റ്റ് എവിടെയോട്ടെങ്കിലും ഒരു മണിക്കൂറൊക്കെ അവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഡ്രെയിൻ ആവാതിരിക്കും. ഡ്രെയിൻ ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു നൈറ്റ് മൊത്തം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2% ഡ്രെയിൻ ആവുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി മൂവിങ് അല്ലെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിലും ആകുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഞാൻ ഒത്തിരി അങ്ങനെ ഉപയോഗിക്കുന്നുമില്ല, ഉപയോഗം ഒത്തിരി കുറവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാറ് മേടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഉപയോഗം കുറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സിലൊക്കെയാണ് വണ്ടി കൂടുതലും ഞാൻ വെളിയിലോട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി എനിക്ക് തോന്നുന്നു 12,359 കിലോമീറ്ററായി. 15,000-ലാണ് ഇനി അടുത്ത സർവീസ് വരുന്നത്. എനിക്ക് തോന്നുന്നു 3ാമത്തെ സർവീസാണെന്ന് തോന്നി ഇനി വരുന്നത്. അപ്പോൾ നമുക്ക് റൈഡ് പോകാം. ഏകദേശം 60 കിലോമീറ്റർ, 60 അതിൽ കൂടുതൽ യാത്ര ചെയ്യണം. 80-85 കിലോമീറ്റർ വേണം. ഇപ്പോൾ ഏകദേശം വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വണ്ടിയിൽ സാധാരണ വണ്ടിയിലുള്ള പോലെ പെർസെൻറ്റേജ് ഒന്നും കാണാൻ പറ്റത്തില്ല, വളരെ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ. ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇത് 100% ആണ്. 10 പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാം. ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനൊരു 10 കിലോമീറ്റർ വെച്ചിട്ടൊക്കെയാണ് കണക്കാക്കിയേക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, 12,359 കിലോമീറ്ററാണ് ഓഡോമീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും യാത്ര തുടരാം. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് റേഞ്ച് കുറയുന്നതും അതനുസരിച്ച് കിലോമീറ്റർ ഇവിടെ കൂടുന്നതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഈ സെയിം റിസ്റ്റ തന്നെ ഒരു 3 പേര് വാങ്ങിച്ചിട്ടുണ്ട്. സെയിം മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മോഡൽ ഒരാളാണ് എടുത്തേക്കുന്നത്. ബാക്കി 2 പേര് സെയിം ഗ്രേ കളറിലെ വണ്ടി തന്നെയാണ് എടുത്തേക്കുന്നത്, സെയിം റിസ്റ്റ എസ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് മേളിലത്തെ വേരിയൻ്റ് ആണ് അവർ എടുത്തേക്കുന്നത്. ഇതൊരു 50% ഒക്കെ ആകുമ്പോഴത്തേക്കും നോക്കാം.
ഒരു പോയിന്റ് ഇപ്പോൾ ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 50യുടെ മേളിലേക്ക് പോകുന്നില്ല, 60യുടെ മേളിലേക്ക് ഒട്ടും പോകുന്നില്ല. നമുക്ക് ഈ ഒരു വഴി നേരെ ഒരു നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ വരെ ഇടുമ്പോഴത്തേക്കിന് ആ 50% അല്ല, 5 പോയിന്റ് കുറയുന്നു. 5 പോയിന്റ് എന്ന് പറയുന്നത് അതായത് അഞ്ചാമത്തെ പോയിന്റ് കുറയുമ്പോഴത്തേക്കിന് അത് മിക്കവാറും 58 59 ആകുമ്പോഴേ ഒരു പോയിന്റ് കുറയും. അപ്പോൾ ഒരു പോയിന്റ് കുറയുമ്പോഴേ നമുക്ക് തിരിച്ചു വരാം. ഇവിടുത്തെ വഴിയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതി വരും റൈഡ് ചെയ്യാനൊക്കെ. എന്താണെന്ന് വെച്ചാൽ അതുപോലെ അടിപൊളി വഴിയും നല്ല സ്മൂത്തായിട്ടുള്ള വഴിയാണ്. പിന്നെ ഒരു സങ്കടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ടെസ്റ്റിങ്ങിനായതുകൊണ്ട് 65 വരെയൊക്കെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ ഹൈവേ ആണല്ലോ, അത് മാത്രമേ ഉള്ളൂ ഒരു സങ്കടം. നമുക്ക് ഒത്തിരി സ്ലോ ആയിട്ട് വണ്ടി ഈ ഒരു വലിയ ഹൈവേയിൽ ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. നല്ല അടിപൊളി വഴിയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഒരു വഴി സെലക്ട് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിറ്റിക്കകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പോയിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റോഡ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 20 കിലോമീറ്റേഴ്സ് ആണ് എത്തിയേക്കുന്നത്. യാദാദ്രി ടോൾ ഗേറ്റിൻ്റെ അവിടെയാണ് വന്നേക്കുന്നത്. യാദഗിരി ടോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 2 പോയിൻ്റേ കുറഞ്ഞിട്ടുള്ളൂ. ഏതായാലും പോയി നോക്കാം എത്ര തിരിച്ചു വരുമ്പം എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏതായാലും എനിക്ക് തോന്നുന്ന പിന്നെ ഇത് ഐഡിയൽ കണ്ടീഷനാണ്. ഈ 1 കിലോമീറ്റർ നിങ്ങളുടെ ഡെയിലി യൂസിന് കിട്ടത്തില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ത്രോട്ടിൽ ഇതായിട്ട് കൊടുക്കും. നമ്മൾ രാവിലെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരമൊക്കെ പതുക്കെ ആയിരിക്കും വരുന്നത്, പക്ഷേ രാവിലെ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ റേഞ്ച് കിട്ടത്തില്ല. ഏതായാലും ഈ ഒരു ഐഡിയൽ കണ്ടീഷനിലാണ്. പിന്നെ അതല്ല, ചില അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മൾ എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പതുക്കെ പോയി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഈ റേഞ്ച് കിട്ടും. ഞാൻ പറയുന്നത് എന്നെപ്പോലത്തെയൊക്കെ, ഞാനൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് 60-ൽ ഈ ഹൈവേയിൽ ഓടിക്കുന്നത്. 60-65 വരെയൊക്കെ പോയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വലിയ വഴിയിൽ ഇത്ര പതുക്കെ പോകുന്നത്. ഏതായാലും നമുക്ക് മുമ്പോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. 4 പോയിന്റ് കഴിഞ്ഞ് 5ാമത്തെ പോയിന്റ് കൂടെ കുറയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ വരാം. ഏതായാലും ഞാൻ മുമ്പോട്ട് തന്നെ പോവാണ്. ഈ വഴിക്ക് പറഞ്ഞ പോലെ ഈ വഴിക്കാണ്, അതായത് സെക്കൻഡറാബാദിൽ നിന്ന് യാദഗിരി ഗുട്ട ഈ വഴിക്കാണ് എയിംസ് ഉള്ളത് വരുന്ന വഴിക്ക്. അതുപോലെ തന്നെ മുമ്പോട്ട് ഒരു 10 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ബോൺഗീർ ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ വഴിക്കാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പം ഇവിടെ ഒരു രാഘവേന്ദ്ര, ഇവിടുത്തെ ഒരു ഫേമസ് ബ്രാൻഡാണ് രാഘവേന്ദ്ര. വെജിറ്റേറിയൻ ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നൊരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മോഡ്സ് ഒന്നുമില്ല. ഒറ്റൊരു മോഡ് തന്നെയാണ് ഉള്ളത് ഈ വണ്ടിക്കുള്ളത്. മോഡ് മാറ്റാൻ പറ്റത്തില്ല. ഇതാണ് മോഡിൻ്റെ സ്വിച്ച്. സാധാരണ മിഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് വേരിയൻറ്റിലൊക്കെ ഈ സ്വിച്ച് മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഈ വണ്ടിക്ക് മോഡ്സ് ഇല്ല. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ സാധാരണ ആക്റ്റീവ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്പീഡിൽ പോകണമെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് കൊടുക്കാം. റേഞ്ച് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പതുക്കെ വണ്ടി ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഞ്ച് കിട്ടും. ഏതായാലും ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ ഏതായാലും ഇവിടെ നിന്ന് രാഘവേന്ദ്രയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോഴാണ് ഇത് കണ്ടേ, ടെമ്പോ ട്രാക്സ് ആണെന്ന് തോന്നുന്നു. വലിയ വണ്ടി കണ്ട്, തൂഫാൻ. തൂഫാൻ എന്നാണ് ഈ വണ്ടിയുടെ പേര്.
ഈ വണ്ടിയാണ് സാധാരണ ഇവിടെ ഗ്രാമത്തിലേക്കൊക്കെ പോകാനായിട്ട്. കുറേ ആൾക്കാരുമായിട്ട് ഇവർ ദൂരം ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതാണ്. ഇങ്ങോട്ടേക്ക് ഇപ്പം ഇവിടെ നിന്ന് നമ്മുടെ ഏരിയ കഴിഞ്ഞ് ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ ഗ്രാമങ്ങളും വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലമാണ് യാദാദ്രിഗുട്ട. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളൊക്കെ ഈ വഴിക്കുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ നമ്മൾ കുടിച്ചു, ഏതായാലും എനർജറ്റിക്കായി. ഏതായാലും നമുക്കിനി യാത്ര തുടങ്ങാം. വേറെ ഒന്നുമില്ല, ഇനി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പതുക്കെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഏതായാലും നേരത്തെ ഒരു വീഡിയോ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഒത്തിരി അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് റിസ്ത എസിൻ്റെ ബേസ് വേരിയൻറ്റ്, വളരെ ബേസ് വേരിയൻറ്റ്, വേറെ അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ബേസ് വേരിയൻറ്റിനെ കുറിച്ച് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. നിങ്ങൾക്കതൊന്ന് കാണാവുന്നതാണ്. ഞാൻ ഹൈവേ തന്നെയാണ്, ബോൺഗീറിൻ്റെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അതാണ് ബോൺഗീർ ഫോർട്ട്. നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബോൺഗീർ ഫോർട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഡീവിയേഷൻ എടുക്കണം. ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ തന്നെയാണ് പോകുന്നത്. 30 കിലോമീറ്ററായി. 3 പോയിൻ്റാണ് കുറഞ്ഞേക്കുന്നത്. 3 പോയിൻ്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ അത് മേ ബി ഒരു 78 ആവാം, 5 ആവാം, 72 ആവാം. അപ്പോൾ അത് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഏതായാലും 3 പോയിൻ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് നമുക്കൊരു 70 കിലോമീറ്റർ ഓടാനുള്ള 70 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഏതായാലും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കിലോമീറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊന്നും ഇതുവരെയായിട്ടും തോന്നിയിട്ടുമില്ല. ഇന്ന് ബോൺഗീർ ഫോർട്ടിൻ്റെ ഒരു സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ പാടങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ആടൊക്കെ നിൽപ്പുണ്ട്. നമുക്കധികം നേരം ഇവിടെ നിർത്തിയിടാൻ പറ്റത്തില്ല, വളവാണ്. പക്ഷേ ഈ വ്യൂ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഞാൻ ഇതുവരെയായിട്ടും ബോൺഗീർ കഴിഞ്ഞിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, നമുക്ക് ചാർജിങ് ഞാൻ ഈ സ്ഥലത്തോട്ട് അങ്ങനെ വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ബോൺഗീർ ഫോർട്ട് വരാനും അങ്ങനെയൊക്കെയോ ഈ വഴിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. യാദാദ്രിഗുട്ട കാണിക്കുന്നുണ്ട്, അവിടെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്, യാദാദ്രിഗുട്ട. ഏതായാലും മുമ്പോട്ട് പോവുകയാണ്. പിന്നെ വേറെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യു ടേൺ എടുക്കണമെങ്കിൽ ചില സമയത്ത് കിലോമീറ്ററുകൾ ചെന്നാലേ യു ടേൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനൊരു ഇഷ്യൂ കൂടെ ഈ ഒരു വഴിയിലുണ്ട്. ഏതായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള റോഡാണ് ഇത്, കണ്ടില്ലേ? എങ്ങും കുഴിയില്ല, ഒന്നും കയറ്റം അധികം ഇല്ല, ഇറക്കമില്ല. നല്ല അടിപൊളിയായിട്ട് എന്നാ പറഞ്ഞാൽ ഒരു ക്രൂസിങ് ആയിട്ട് പോകാൻ പറ്റിയ നല്ല റോഡാണ്. ഏതായാലും ഞാൻ കുറേ ഇങ്ങ് പോന്നു. ഇപ്പം 60% വണ്ടിക്കകത്തുണ്ട്. 65 അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏതായാലും ഇത്രയും ശതമാനം ഇപ്പോൾ ചാർജ് വണ്ടിയിലുണ്ട്. നല്ല ഹൈവേ ആയതുകൊണ്ട് ഇതിൻ്റെ യു ടേൺ ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററോ 5 കിലോമീറ്ററൊക്കെ കഴിഞ്ഞായിരിക്കും, നമുക്കറിയത്തില്ല. ഏതായാലും ഞാൻ വേറെ ഒന്നുമല്ല, വിജനമായിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം. എന്നാ പറയുക, നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം വിജനമായിട്ട് ഇടയ്ക്ക് റിസോർട്ടും ഇങ്ങനത്തെ ഒരേ ഫുഡ് കോർട്ടും, ഇങ്ങനത്തെ ഹൈവേ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പിന്നെ നല്ല അടിപൊളി സീനൊക്കെ ഉണ്ട്, നല്ല മലകളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏതായാലും ഒരു റൈഡ് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു സ്കൂട്ടറുമായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മൾ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ പോകും, പക്ഷേ എന്നാലും സ്കൂട്ടർ അധികം കുറേ നാളായി കാര്യമായിട്ട് ഓടിച്ചിട്ട്. കഴിഞ്ഞിടയ്ക്കൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തായിരുന്നു, അല്ലാതെ ഉപയോഗം കുറവായിരുന്നു. ഏതായാലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ കാറിൽ പോകുന്ന പോലെ അല്ലല്ലോ, ഒരു പതുക്കെ റൈഡ് ചെയ്ത് പ്രത്യേകിച്ച് പോകുന്നത്, അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഏതായാലും അതും എൻജോയ് ചെയ്തു. ഏതായാലും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടൊരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊരു യു ടേൺ ഉണ്ട്, അതെടുത്തിട്ട് ഞാൻ നേരെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക്, ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്. വണ്ടിയുടെ എത്ര കിലോമീറ്റർ ലഭിക്കുമെന്നല്ല, ചിലപ്പം
വേറെ ബ്രാൻഡുകളൊക്കെ 200, 250, 300 കിലോമീറ്റർ ഒക്കെ തരുമായിരിക്കും. പക്ഷെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് പല സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ കാണും, പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഫ്രീക്വൻ്റ്ലി വരാത്തത് കൊണ്ടും ഞാൻ അത്ര ആപ്പിൻ്റെ അകത്ത് അങ്ങനെ നോക്കി അങ്ങനെ പ്ലാനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളതെന്ന് നോക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തിരിച്ചു പോയി ചാർജ് ചെയ്യാനും പറ്റും. ഇൻ കേസ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ചാർജ് ചെയ്യാം. പക്ഷേ വേറെ വണ്ടികൾക്കൊന്നും അങ്ങനത്തെ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. അതുമല്ല ഇതിൻ്റെ അകത്ത് ഹൈപ്പർ ചാർജറിൻ്റെ അകത്ത് പെട്ടെന്ന് വണ്ടി ചാർജ് ആവുകയും ചെയ്യും. ഒരു 35 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ചാർജ് ആവുകയും ചെയ്യും. 80% ആണ് ലിമിറ്റ്, 80% ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ബെനിഫിറ്റ്. പിന്നെ വേറെ കാര്യം പറയുന്നത്, ഈ വണ്ടി ഇതുവരെയായിട്ടും കത്തിയതായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടില്ല. ബാക്കി വണ്ടികളൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാനൊരു കാര്യം. അതുകൊണ്ട് റിലയബിൾ ആണ്. സർവീസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഏതായാലും നമുക്ക് യാത്ര മുമ്പോട്ട് തുടരാം. യു ടേൺ എടുത്തിട്ട് തിരിച്ചു പോകാം. അങ്ങനെ ഞാനിവിടെ നിന്ന് യു ടേൺ എടുക്കുവാണ്. ഇത് ഹൈവേയുടെ താഴെ കൂടെ ഉള്ളൊരു വഴി കൂടെ ഇറങ്ങിയിട്ട് യു ടേൺ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ഗ്രാമപ്രദേശമാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ സിറ്റിക്കകത്തൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെ കുറേ പച്ചപ്പും ഗ്രാമങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്, ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇത് ഹൈവേയുടെ സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ കള്ളൊക്കെ വിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ കള്ളൊക്കെ വിൽക്കുന്നു. പിന്നെ പാടങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും കൃഷി ഇപ്പോൾ ചെയ്യുന്ന പാടങ്ങളല്ല, പക്ഷെ കുറേ പാടങ്ങൾ കണ്ടായിരുന്നു, കൃഷി ചെയ്യുന്ന പാടങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ യു ടേൺ എടുത്തിട്ട് വഴിയിലേക്ക് കയറുക. നമുക്ക് 60% ഉണ്ട്. ഏതായാലും നമുക്കിനി എനിക്ക് തോന്നുന്നു ഒരു 35-40 കിലോമീറ്ററോളം, 38ഓളം കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുണ്ടാവും. ഏതായാലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാൽക്കുലേഷൻ എല്ലാം നോക്കിയിട്ട് നമുക്കത് നോക്കാം. യു ടേൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഏതായാലും ചാർജിങ് സ്റ്റേഷൻ നോക്കിയേക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് തന്നെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് ഏത്തറിൻ്റെ ഒരു പ്രത്യേകത. ഏത്തറിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് മിക്കവാറും സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഏത്തറിൻ്റെ പുതിയ മോഡൽ വണ്ടി, അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചാർജിങ് നമ്മുടെ ഈ സോക്കറ്റ്, ഈ പുതിയ വണ്ടിയുടെ ചാർജിങ് സോക്കറ്റും പഴയ വണ്ടിയുടെ ചാർജിങ് സോക്കറ്റും കുറച്ച് എന്തോ ഡിഫറൻസസ് ഉണ്ട്, ചെറിയ എന്തോ വ്യത്യാസമുണ്ട്. വേറെ ഒന്നുമല്ല, പഴയ വണ്ടികൾ എവിടെ കൊണ്ട് കുത്തിയാലും ചാർജ് ആവുന്നുണ്ട്. അവിടെ പുതിയ റിസ്ത ഞാൻ 1 വർഷമായി മേടിച്ചിട്ട് പല ആൾക്കാരും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ വണ്ടി ചാർജ് ആവത്തില്ല, പഴയ വണ്ടികൾ എവിടെ കുത്തിയാലും ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പഴയ സോക്കറ്റ് നിങ്ങൾ വെച്ചതാണ്. ഞാൻ നേരത്തെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്നാലും നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് എവിടെയോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പഴയത് നമുക്ക് മാറ്റി വെക്കത്തില്ല. ഈ പുതിയതിൻ്റെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ചാർജിങ് ഗണ്ണ് അവരെല്ലായിടത്തും റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും ആ ഒരു പ്രോബ്ലം ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ പ്ലാൻഡ് ആയിട്ടേ പോകത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്കറിയാം ഇന്ന സ്ഥലങ്ങളിൽ സിറ്റിക്കകത്ത് ചാർജ് ചെയ്യാൻ പറ്റും, നമ്മുടെ വണ്ടി അവിടെ ചാർജ് ആകുമെന്ന് എനിക്കറിയാം. അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ വഴി കിടക്കേണ്ടതായിട്ടും വന്നിട്ടില്ല. ഇവിടെ ഏതായാലും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാണ് പ്രത്യേകത. ഈ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഭാഗത്ത് വന്നിട്ടും ഇവിടെ ഇതൊരു കൺവെൻഷൻ സെൻറ്റർ അല്ല, എനിക്ക് തോന്നുന്നു ഹോട്ടലാണിത്. ഈ ഹോട്ടലിൻ്റെ അകത്ത് ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. ഗ്രിഡ് ഉണ്ട്, ഏത്തറിൻ്റെ തന്നെ ഗ്രിഡ് ഉണ്ട്. ഏത്തറിൻ്റെ ഗ്രിഡിൽ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ചാർജേഴ്സ് എല്ലായിടത്തും മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. അത് നിങ്ങൾ ഏത്തർ വാങ്ങിക്കുമ്പം ഏത്തറിൻ്റെ ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുമ്പം നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ വണ്ടി
ഏതോ വണ്ടി ഇവിടെ ഇടിച്ചിട്ട് കറക്റ്റ് എന്നാ പറയുന്നത് ആ ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുവാണ്. ഏതായാലും വണ്ടി താഴോട്ട് പോയിട്ടുണ്ടാവില്ല, താഴോട്ട് നല്ല കുഴിയാണ്. ഏതായാലും പോയിക്കൊണ്ടിരിക്കാൻ നല്ലൊരു സീനാണ്. അതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തിയതാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. കുറേ നേരമായിട്ട് വണ്ടി ഈ ഒരു 5 പോയിന്റിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് 5 കുറയാനായിട്ട് സമയമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ മേ ബി ഒരു 52ഓ 53ഓ അങ്ങനെ ആ ഒരു പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തേക്കിന് 459 ആയിരുന്നു. ഇപ്പോൾ 359 ആയിരുന്നു. ഇപ്പോൾ 409 ആയിട്ടുണ്ട്. അതായത് കറക്റ്റ് 50% വണ്ടി 50 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 100 കിലോമീറ്റർ ആയിരിക്കും വണ്ടി ഒറ്റ സിംഗിൾ ചാർജിൽ തരുന്നത്, അതായത് ഐഡിയൽ കണ്ടീഷനിൽ. ഏതായാലും ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് വീട്ടിലേക്ക്. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 30 കിലോമീറ്റേഴ്സ് കാണും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ടൗൺഷിപ്പിലെത്തി. നല്ല ഇരുട്ടായി. ക്യാമറയ്ക്കകത്ത് നല്ല തെളിച്ചത്തിൽ കാണുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഇരുട്ടാണ്. ഇപ്പോൾ സമയം 6 മണി. റൈറ്റ്. ഒരു പോയിന്റ് ഉണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 20% താഴെ 20 വരെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 20%, 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഓക്കെ 20%, 23, 24 അല്ലെങ്കിൽ 25, 28 നമുക്കറിയാൻ പറ്റും. പക്ഷെ 20% താഴെ പോയി കഴിഞ്ഞാൽ, ഒരു പോയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയത്തില്ല. നമ്മളത് സ്ഥിരം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് 11 ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ 15 ആയിട്ടുണ്ടാവും. പിന്നെ അതുമല്ല, ലാസ്റ്റ് ഒറ്റ പോയിന്റ് ഉള്ള സമയത്ത് ഇത് ബ്ലിങ്ക് ചെയ്യത്തുമില്ല. ഒറ്റ പോയിന്റിൽ നമ്മൾ വീടെത്തി വണ്ടി കയറ്റി വെക്കുവാണ്. ഓക്കെ, ഇതാണ് ഏത്തറിൻ്റെ ചാർജർ. ഈ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ചാർജർ ഇതാണ്. ഇത് സ്ലോ ചാർജറാണ്. ഇത് ഏത്തറിൻ്റെ അതായത് ഏറ്റവും താഴ്ന്ന വേരിയൻറ്റും അതുപോലെ തന്നെ, അതായത് ഈ വേരിയൻറ്റും അതുപോലെ തന്നെ മിഡ് വേരിയൻറ്റിനും ഇതാണ് കിട്ടുന്നത്. ടോപ്പ് വേരിയൻറ്റിനാണ്, ടോപ്പ് മോഡലിനാണ് ഇത് ഫാസ്റ്റ് ചാർജർ കിട്ടുന്നത്. അത് ഏകദേശം 4.5 മണിക്കൂർ മതി. ഇത് 8 മണിക്കൂർ വേണം ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ. പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര 8 മണിക്കൂർ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ രാത്രിയിലാണ് ചാർജ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട്. പിന്നെ അതുമല്ല, അതുകൊണ്ട് തന്നെയാണ് കാരണം ഞാൻ സ്ലോ ചാർജറാണ് വാങ്ങിച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, ബാറ്ററിക്കും നല്ലതാണ്, പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല. അപ്പോൾ ഇവിടാണ് ഇത് മറ്റേ ടാറ്റയുടെ ചാർജിങ്ങിന് അവർ തന്നെ തരുന്ന ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് ഞാനിത് നമ്മുടെ ഏത്തറും കുത്തുന്നത്. അപ്പോൾ വലിയ പ്ലഗ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കണക്ടർ ഞാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഇത് കുത്തുന്നത്. അപ്പോൾ നമ്മളിത് കുത്തുമ്പോഴത്തേക്കിന് നമുക്കറിയാൻ പറ്റും വണ്ടിയിൽ എത്ര % ചാർജ് ഉണ്ടെന്ന്. നമ്മൾ സാധാരണ ഈ പ്ലഗ് കുത്തുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓണാക്കിയിടണം. സ്വിച്ച് ഇപ്പോഴേ ഓണാക്കരുത്. നമ്മളിതിവിടെ കുത്തിക്കഴിഞ്ഞിട്ട് വേണം നമ്മളിവിടെ ഓണാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ചാർജ് ഉണ്ടെന്ന്. ഇനി ഓഫ് ചെയ്യണം. കീ ഓഫ് ചെയ്യുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, 6% ചാർജാണ് വണ്ടിയിലുള്ളത്. ഇപ്പോൾ ചാർജ് ആകാൻ തുടങ്ങും. 6%. നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ 12,359 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ അത് 12,447.1 കിലോമീറ്റർ ആയിരിക്കുന്നു. അപ്പോൾ ഏകദേശം 89 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അതുമല്ല, ഇനിയൊരു 6% വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്കൊരു 95 ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഐഡിയൽ കണ്ടീഷൻ കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 95 ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഇതാണ് വണ്ടിക്ക് കിട്ടുന്ന റേഞ്ച്. ഇത് ഐഡിയൽ കണ്ടീഷനിലാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം. നമ്മളെപ്പോഴും ഇലക്ട്രിക് വണ്ടി മേടിക്കുകയാണെങ്കിൽ ഡെയിലി യൂസിന് എത്ര കിലോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വാങ്ങിക്കാവുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 85 കിലോമീറ്ററാണ് നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടുള്ളത്.
85 എന്ന് പറയുമ്പോൾ ഒരു 42 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചാർജ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇത് ഐഡിയൽ കണ്ടീഷനിലാണ് ഞാൻ പോയി വന്നത്. 65 മാക്സിമം, അതിന് മുകളിലോട്ട് പോയിട്ടില്ല. അങ്ങനെ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു റേഞ്ച് കിട്ടുന്നത്. ഡെയിലി കമ്മ്യൂട്ടിന് നിങ്ങളിത് രാവിലെ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം 70-75 ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ തിരിച്ചു വരുന്നല്ല, നിങ്ങൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. അതൊരു പ്രോബ്ലം ആകും. അതുകൊണ്ട് നിങ്ങളുടെ യൂസ് അനുസരിച്ച്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 60 കിലോമീറ്ററാണ് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നത്, 60-65 ആണെങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാവുന്നതാണ്. 85 കിലോമീറ്റർ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ കൂടിയ വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് 3.9 ആണെന്ന് തോന്നുന്നു അതിൻ്റെ കിലോ വാട്ട്, ആൻഡ് 120 സംതിങ് കിട്ടും. ARI സർട്ടിഫൈഡ് റേഞ്ച് അതിൽ കൂടുതലല്ല, 140 സംതിങ്, 150 എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതിന് 120 വരെ കിട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി എടുക്കാവുള്ളൂ. 120 കിട്ടുന്ന വണ്ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 കിട്ടുമായിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് വിദഗ്ധനൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.